സാമ്പത്തിക ആരോപണം മാത്രമല്ല സുഹൃത്തെ, നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയാണ് അവർ അറസ്റ്റ് വരിക്കുന്നത്. ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ പലരും ഞങ്ങളോട് പറഞ്ഞു അവർ കോർപ്പറേഷനിൽ സ്ലാബ് വീണ് മരിച്ച ആ ധർണയിൽ വെച്ച് അവരെടുത്ത ചിത്രങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ സമരങ്ങളിൽ ആരും പങ്കെടുക്കുന്നില്ലേ? ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള സമരങ്ങളും അറസ്റ്റുമാണോ നമുക്ക് ആവശ്യം? യഥാർത്ഥത്തിൽ മറ്റെത്ര യൂത്ത് ലീഗിൻ്റെ കുട്ടികൾ ഇത്തരം സമരങ്ങളിൽ അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയി ഈ ഫോട്ടോഷൂട്ടിലൂടെയുള്ള സംസ്കാരമാണ് നമ്മൾ മാറ്റേണ്ടത്. നിങ്ങൾ പണിയെടുക്കൂ, പട പൊരുതിയിട്ട് തന്നെയാണ് ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങളും മോദിയുടെ ഡൽഹിയിൽ പോയിട്ട് വനിതാ ലീഗ് ആക്ടിനെതിരെ മോദിക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മോദി മഫ്ത ഊരാൻ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ റീലാണ് തന്നെ പ്രശ്നം, റിയൽ ലൈഫിലാണ് വേണ്ടത്. റീൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. രാവിലെ എണീച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഇത് കണ്ടു വളരുന്ന യുവതലമുറ റീൽ മുസ്ലിം ലീഗിൻ്റെത് സ്ഥാനാർത്ഥി നിർണയം നടത്തിയവരോട് നിങ്ങൾ ചോദിക്കണം. ഞങ്ങൾ ഒന്നിലും ഭാഗമല്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ 51% സ്ത്രീകൾ മത്സരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ പോലും വനിതാ ലീഗിന് സാന്നിധ്യമില്ല. പറയൂ എന്താ പ്രശ്നം? യെസ് അതന്നല്ലേ ഞാൻ ചോദിച്ചത്. അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനോട് ഞാൻ ചോദിച്ചത് അതന്നെയാണല്ലോ. ഇപ്പോൾ എവിടെ പോയി നിങ്ങളുടെ ആദർശങ്ങൾ? ഒരു വനിതാ ലീഗിൻ്റെ 2 വ്യക്തികൾ ഒരു സദസ്സിൽ വന്നിരുന്നപ്പോഴായിരുന്നോ നിങ്ങൾക്ക് ഇത്ര വലിയ അസഹിഷ്ണുത, ഇൻടോളറൻസ്? അപ്പം ആ മാറ്റമുണ്ടല്ലോ, ആ മാറ്റം ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ മതി, അത്രയേ ഉള്ളൂ.